സാധാരണഗതിയിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടി ചിരിച്ച ഉടനെ ഒരു കവിത വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചില വാക്കുകൾ കേട്ടാൽ കവിത വരും. ആ സമയത്ത് ഞാനൊരു സോങ് ഉണ്ടാക്കി, എന്നിട്ട് ഈ സോങ്ങിനെ രാഗത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ കവിതകളൊക്കെ വന്നു നമ്മൾ ചിരിച്ചപ്പോൾ. അല്ല മോളെ, അങ്ങനെ ഇപ്പോൾ ഒരാൾ ചിരിക്കുമ്പോൾ കവിത വരുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികൾ ഇരിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായാലും ഒരു കവിത വന്നിട്ടുണ്ടാവും. അതൊന്ന് ആ ഒരു കഴിവ് സാറിന് ഉള്ള സ്ഥിതിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും. അല്ല മോളെ, അതിൽ ഏതൊരാളുടെ ചിരിയിലും ഒരു കവിതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. അതിൽ അവരെ ചിരി എങ്ങനെ പോന്ത്രം പല്ലാണോ പല്ലുണ്ടോ എന്നൊന്നും ഡസ് നോട്ട് മാറ്റർ. അവർ ചിരിക്കുന്ന എത്രമാത്രം റിയലിസ്റ്റിക്കാണ്, എത്രമാത്രം നിഷ്കളങ്കമായിട്ടാണ്, അവിടെയാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുക. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുട്ടിയെ തൽക്കാലം തിരഞ്ഞെടുക്കുന്നു, കാരണം ഇത്ര സമയം ആ കുട്ടി കാര്യമായിട്ട് ചിരിച്ചിട്ടില്ല. അപ്പോൾ ആ കുട്ടി ചെയ്യേണ്ട ഇതാണ്, എനിക്ക് മൈൻഡിലേക്ക് രജിസ്റ്റർ ആയിട്ടില്ല കുട്ടിയുടെ ചിരി. എനിവേ അങ്ങനെ താഴ്വര മണൽ തരി ലാവണ്യ മൂശയിൽ ചമഞ്ഞു നീ മാലാകയായി, കളകള സംഗീതം പൊഴിച്ചു നീ പാട്ടുകാരി ചെയ്തൊര കാഴ്ചയായി, ഈറനായി ചുരുൾ തുമ്പിൽ ഗോപിക. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഈ ചിരിക്ക് വേണ്ടി ഇത്രയും വലിയ കോംപ്ലിമെന്റ് ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. താഴ്വര മണൽത്തേരി ലാവണ്യ മൂശയിൽ ചമഞ്ഞു നീ മാലാഖിയ, കളകള സംഗീതം പൊഴിച്ചു നീ പാട്ടുകാരി ചേതോഹര കാഴ്ചയെ, ഈറനായി ചുരുൾ തുമ്പിൽ ഗോപിക നിൻമുഖം.